മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഒരു പുതിയ പ്രഭാതം അതിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി നമ്മോടൊപ്പം ഉറങ്ങിയവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണം മൂലം വേർപെട്ടു. എന്നാൽ നമുക്കൊക്കെ ഒരു ദിവസം കൂടി ദൈവം ആയുസ്സ് തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയാണത്, ദൈവത്തിൻ്റെ സ്നേഹം. ഈ പ്രപഞ്ചത്തെ ഒന്നുകൂടി കാണാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളെയും ജീവജാലങ്ങളെയും കാണുവാനും ആസ്വദിക്കുവാനും, കുറവുകൾ വന്നത് തിരുത്തി പുതിയൊരു തുടക്കം കുറിക്കുവാനും, അങ്ങനെ പ്രതീക്ഷയുടെ ഒരു ദിവസമായി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി ആളുകൾ വിവിധ രോഗങ്ങൾക്ക് അടിപ്പെട്ട്, മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധിക്ക് അടിപ്പെട്ടവർ, ഇങ്ങനെ പല രീതിയിൽ വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് മാരക രോഗങ്ങൾ. എല്ലാ രോഗികളെയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. അതിനൊരുക്കമായി നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. ഒരു ചെറിയ പ്രാർത്ഥന അത് നമുക്ക് പങ്കുകൊള്ളാം. ദൈവമേ, അവിടുന്ന് ഞങ്ങളിലേക്ക് വചനം അയച്ചല്ലോ. വചനം മാംസം ധരിക്കാൻ പരിശുദ്ധ അമ്മ തയ്യാറായി. ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ അമ്മ അവിടുന്ന് അയച്ച വചനത്തെ സ്വീകരിച്ചു, മാംസം നൽകി, ലോകത്തിന് നൽകി. ഇതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസൻ, ദാസി, അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ ലോകത്തിന് വചനത്തെ മാംസം ധരിച്ച് നൽകിയതുപോലെ ഞങ്ങളും നൽകുവാൻ ഇടവരുത്തണമേ. ഞങ്ങളുടെ ജീവിതം വഴി, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി യേശുവിനെ ലോകത്തിന് പ്രതിഫലിപ്പിക്കാൻ കഴിയത്തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം യഥായോഗ്യം മനസ്സിലാക്കുന്നതിന്, അതനുസരിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രവിക്കാം. യേശു ഉദ്ഘോഷിച്ചു,
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിൻ്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രിയമുള്ളവരെ, നീ ഇക്കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ബുദ്ധിമാന്മാരെന്നും വിവേകികളെന്നും കരുതി നടക്കുന്നവരേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുന്ന അനുഭവമാണ് ദൈവിക രഹസ്യങ്ങൾ. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പിതാവ് കാണിച്ചു കൊടുത്തത് പുത്രൻ ലോകത്തിന് നൽകി. പിതാവിൻ്റെ കരുണയും സ്നേഹവുമാണ് പുത്രൻ ലോകത്തിന് നൽകിയത്. അപ്പോൾ ആ പിതാവ് എങ്ങനെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുന്നു എന്ന് യേശുവിൻ്റെ പ്രവർത്തന രീതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം എന്ന് പറയുന്നത് യേശുവാണ്. അതായത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ. കാരണം ദൈവം മനുഷ്യനായതാണ് യേശു. അപ്പോൾ അതുകൊണ്ട് പിതാവായ ദൈവം എങ്ങനെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുന്നു അത് തന്നെ യേശുവിലും. മനസ്സലിവുള്ളവൻ. അതുപോലെ നമുക്കറിയാം, അധ്വാനിക്കുന്ന ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് വെറുതെ പറയുന്നതല്ലല്ലോ. യേശുവിൻ്റെ ജീവിതം മുഴുവനും കരയുന്നവരോടുകൂടെ കരയുകയും സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരനുഭവമാണ്. കുഷ്ഠരോഗി വന്നാൽ അവനെ തൊട്ട് അവന് സൗഖ്യം കൊടുക്കുന്നു. വിധവയുടെ ഏകമകൻ മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ശവമഞ്ചത്തിന് പിന്നാലെ പോകുന്ന ആ സ്ത്രീ, ആ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശു നിൽക്കുകയാണ് അവിടെ. അനുകമ്പ തോന്നി. ആയിരങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. ദൈവത്തിൻ്റെ അതേ മുഖം യേശുവിൽ പ്രകടമാണ്. പാപികളെയും ചുങ്കക്കാരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം യേശുവിൽ. വല വീശി തളർന്ന ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരമ്മയുടെ സ്നേഹം കൊടുക്കുന്ന യേശു. ജെറുസലേം സ്ത്രീകൾ യേശു കുരിശ് വഹിച്ചുകൊണ്ട് പോയപ്പോൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെന്നപ്പോൾ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവരെ സ്വന്തം വേദന മറന്ന് അവരെ ആശ്വസിപ്പിച്ച് വിടുന്ന യേശു. അതാണ് വാസ്തവത്തിൽ യേശു. എന്തുകൊണ്ടാണ് അപ്പം നമുക്ക് ഈ സഹനങ്ങൾ വരുന്നത്? മനുഷ്യനുണ്ടാക്കുന്ന സഹനങ്ങളെ കൂടുതലും വിഷം കലർത്തി ഭക്ഷണം കൊടുക്കുന്നതും, ഭക്ഷണത്തിൽ മായമില്ലാത്ത ഏത് ഭക്ഷണമെങ്കിലും ഉണ്ട്, സ്വയം വരുത്തി വയ്ക്കുന്ന, കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം കെടുതികൾ അനുഭവിക്കുന്ന അനുഭവം, അതൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഒത്തിരി പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്നു. അത് നമ്മുടെ കണക്കിൽപ്പെടാത്തതാണ്, നമ്മുടെ പരിധിക്കപ്പുറമാണ്. പലതരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ദുരന്തങ്ങൾ, അപകട മരണങ്ങൾ, ചിലപ്പോൾ യുദ്ധങ്ങളായിരിക്കാം, ഭൂമി കുലുക്കമായിരിക്കാം, ചിലപ്പോഴൊക്കെ മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇങ്ങനെ ഒന്നിനൊന്നിന് സഹനത്തിൻ്റെ വേദനയുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും. അപ്പോൾ
നമ്മളൊക്കെ ചിലപ്പോൾ ചോദിക്കും, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, എന്താ ഇതിൻ്റെ കാരണം? അർത്ഥവും വ്യാകരണവും ഒന്നും നമ്മൾ നോക്കി പോയിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെടുന്ന സത്യം, രഹസ്യമാണത്. വാസ്തവത്തിൽ ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന അനുഭവമാണ്. നമ്മൾ ഈ സങ്കീർത്തനം 23:4 നമ്മൾ വായിക്കുന്നുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഭയപ്പെടാത്തത് എന്തുകൊണ്ടാണ്? എന്നേക്കാൾ ശക്തൻ എൻ്റെ കൂടെയുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അവിടുന്ന് കൂടെയുണ്ട്. അപ്പൻ ചെറുപ്രായത്തിലുള്ള മകന്, ഒരു 8-10 വയസ്സുള്ള മകൻ, അവൻ രാത്രി പുറത്തിറങ്ങാൻ ഭയം. അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ നല്ല ധൈര്യമാണ്. ഏത് ഇരുട്ടിലും കൂരിരുട്ടിലും പോകും. കാരണം എന്താ? അപ്പൻ കൂടെയുണ്ട്. അപ്പൻ കൂടെയുണ്ടെങ്കിൽ താൻ സുരക്ഷിതനാണ്, ഏത് അപകടം പിടിച്ച ഇടങ്ങളിൽ പോയാലും. ഇതേ അനുഭവമാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൈ പിടിച്ച് ആ പിതാവിനോടൊപ്പം ദൈവം എപ്പോഴും നമ്മുടെ കൂടെയാണ്, എമ്മാനുവേലാണ്. നമ്മൾ ആ ദൈവത്തോട് കൂടെ ആയിരുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് കൂടെ പോയെന്നാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഒന്നും സംഭവിക്കില്ല. ഞാൻ ഭയപ്പെടുകയില്ല. ജീവിതത്തിൽ ഇരുണ്ട താഴ്വരകളിൽ കൂടെയുള്ള യാത്രയാണ് എപ്പോഴും തന്നെ മിക്കവാറും എല്ലാ മനുഷ്യർക്കും അത് കിട്ടും. അതിനെ അതിജീവിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണം വയ്ക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മളൊക്കെ വിവിധ തരത്തിൽ അധ്വാനിക്കുന്നവരാണ്, ഭാരം വഹിക്കുന്നവരാണ്. അപ്പോൾ അടുത്ത് ചെല്ലാൻ, പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ളവൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ അവൻ നിശ്ചയമായി അത് പരിഹരിച്ചിരിക്കും. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും, അവിടെ ഒരു സൂസന്നയെക്കുറിച്ച് പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിലാണത്. സൂസന്ന യോവാക്കീമിൻ്റെ ഭാര്യയാണ്. സുന്ദരിയായ ഒരു സ്ത്രീ, വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. ആ യോവാക്കീം വലിയ സമ്പന്നനായതുകൊണ്ട് സമുദായത്തിൽ, സമൂഹത്തിൽ ഒരു പേര് അവനുള്ളതുകൊണ്ടും ഒത്തിരി ആളുകൾ അവനെ സന്ദർശിക്കാൻ ചെല്ലും. അക്കൂട്ടത്തിൽ 2 ന്യായാധിപന്മാരുണ്ടായിരുന്നു. ആ ന്യായാധിപന്മാർ എന്നും അവിടെ ചെല്ലും, ഈ യോവാക്കീമിൻ്റെ ഭാര്യയെ കാണും. പക്ഷേ അവർ നോക്കിക്കണ്ടത് മറ്റൊരു കണ്ണോടുകൂടിയായിരുന്നു ആ സ്ത്രീയെ. ജഡികാസക്തിയാൽ ദുഷ്ടത നിറഞ്ഞ ധാർമ്മികമായ സർവ സീമകളെയും അതിലംഘിച്ച് പ്രവർത്തിച്ച 2 ന്യായാധിപന്മാർ. അവർ 2 പേരും ഈ 2 ന്യായാധിപന്മാരുടെ ഉള്ളിലുണ്ട്, പക്ഷെ അവർ പരസ്പരം പറഞ്ഞില്ല. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഇവരുടെ തന്നെ ഉദ്യാനത്തിലൂടെ ഈ സൂസന്ന പോകാറുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യ ഉച്ച സമയത്ത് ഇവർ 2 പേരും ഒരുപോലെ ഇറങ്ങി പോവുകയും 2 പേരും 2 വഴിക്ക് തിരിഞ്ഞെങ്കിലും ഈ സൂസന്നയെ കണ്ടുമുട്ടാനുള്ള താല്പര്യത്തിൽ സൂസന്ന ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ കണ്ടുമുട്ടാൻ വേണ്ടി 2 പേരും പരസ്പരം അറിയാതെ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ അവർ 2 പേരും കണ്ടുമുട്ടിയപ്പോൾ എന്തിനാ നീ ഇപ്പം വന്നതെന്ന് 2 പേരും ചോദിച്ച് അവസാനം അവർക്ക് പറയേണ്ടി വന്നു, ഈ സ്ത്രീയോടുള്ള അഭിലാഷം മൂത്തിട്ടാണ്. എന്നിട്ട് ഇവർ 2 പേരും ആ ഉദ്യാനത്തിൽ ഒളിച്ചിരുന്നു. ഈ സൂസന്ന കുളിക്കാൻ വേണ്ടി വരികയാണ്. തോഴിമാരുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തോഴിമാരോട് പറഞ്ഞു വിടുകയാണ്, എണ്ണയും ലേപനവും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വിടുന്നു. അവർ പ്രധാന ഗേറ്റ് അടച്ചിട്ട്, വാതിൽ അടച്ചിട്ട് പിൻവാതിലിലൂടെ പോയി എണ്ണയും ലേപനവും എടുക്കാൻ. വന്നല്ലേ? എപ്പോഴാ?
ആ അവർ തോഴിമാർ പ്രധാന വാതിൽ അടച്ചിട്ട് പിൻവാതിലിലൂടെ എണ്ണയും മറ്റും എടുക്കാൻ അവർ പോവുകയും ചെയ്തു. അവരറിഞ്ഞില്ല രണ്ട് വിദ്വാൻമാർ ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന്. ന്യായാധിപന്മാർ ഈ സൂസന്നെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ചെന്ന് വാതിലെല്ലാം അടഞ്ഞു കിടക്കുകയാണ്, ഇവിടെ ഒറ്റ മനുഷ്യരില്ല, നീ ഞങ്ങളോട് കൂടെ ശയിക്കണം എന്ന് പറഞ്ഞ് അവളെ പ്രേരിപ്പിക്കുകയാണ്. അവളതിന് തയ്യാറായില്ല. ഇതിലും ഭേദം മരിക്കുന്നതാണെന്ന് പറഞ്ഞു. ദൈവത്തിനെതിരെ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് കട്ടായം പറയുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, നീ ഞങ്ങളോട് കൂടെ ശയിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിനക്കെതിരെ തെളിവ് കൊടുക്കും. നിൻ്റെ കൂടെ ഒരു പുരുഷനുണ്ടായിരുന്നുവെന്നും ഞങ്ങളെ കണ്ടപ്പോൾ അവൻ ഒളിച്ച് പുറം ചാടി പോയതാണെന്നും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും. നീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്യും. നീ അവനോട് കൂടി പാപം ചെയ്തു എന്ന് ഞങ്ങൾ തെളിവ് കൊടുക്കും എന്ന് പറഞ്ഞു. അവസാനം ആ സൂസന്ന ദൈവത്തോട് തീരെന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് ആ സൂസന്ന. നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിച്ചറിയുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞുവെന്ന് നീ അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് സൂസന്ന. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവം ദാനിയേലിനെ വിടുകയാണ്. തൻ്റെ ആത്മാവിനെ ദാനിയേലിൽ ആവേശിപ്പിച്ച് അങ്ങോട്ട് വിടുകയാണ്. ദാനിയേൽ ചെന്ന് അവരോട് പറയണം, ഇസ്രായേൽ മക്കളുടെ അത് ഈ അവസാനം ഇവർ വിചാരണ പോലും ഇല്ലാതെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഈ ന്യായാധിപന്മാർ വിധിക്കുകയാണ്, കള്ളസാക്ഷ്യം നൽകിയിട്ട്. അവിടെയാണ് ദാനിയേലിനെ അയക്കുന്നതും. ദാനിയേൽ വിചാരണ കൂടാതെ ഒരു ഇസ്രായേൽ പുത്രിയെ കൊല്ലാൻ നിങ്ങൾക്ക് ലജ്ജയില്ല എന്ന് ചോദിച്ചിട്ട് വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ദാനിയേല് തന്നെ ഇവരോട് ചോദിക്കുകയാണ്, രണ്ടുപേരെയും മാറ്റി നിർത്താൻ പറഞ്ഞു. ഓരോരുത്തരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവളൊത്ത് പാപം ചെയ്ത അവനെ ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അവർ പാപം ചെയ്യുന്നതായിട്ട് കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, കരയാമ്പൂവിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. അവനെ വിട്ടു. മറ്റേ ന്യായാധിപനെ വിളിച്ചു. അവനോട് ചോദിച്ചു, ഏത് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണെന്ന്. അയാൾ പറഞ്ഞു, കരുവേലകത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ സംഗതി മനസ്സിലായി. കള്ളസാക്ഷി പറഞ്ഞ് ഇവരുടെ താല്പര്യത്തിന് വഴങ്ങാത്തത് കൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഗൂഢതന്ത്രമായിരുന്നു എന്ന് മനസ്സിലായി. അവിടെ കർത്താവ് ഇടപെടുകയാണ്. അങ്ങനെയാണ് അവസാനം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ ഇവർ തീരുമാനിച്ച അതേ തീരുമാനം ജനങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തു. ന്യായാധിപന്മാരെ കൊന്നുകളയുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഈ സൂസന നടന്നത് ആ വഴിയിലൂടെയാണ്. പക്ഷേ പേടിയില്ല. കാരണം കർത്താവ് കൂടെയുണ്ടെന്നുള്ള യഥാർത്ഥമായ വിശ്വാസം. മരണത്തിലേക്കായാലും ജീവനിലേക്കായാലും കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കൂടെയാണ്. ആ കൈപിടിച്ചാണ് നടക്കുന്നതെങ്കിൽ ഇവർ എന്തിനു ഭയപ്പെടണം? ദുരന്തങ്ങളായാലും സഹനങ്ങളായാലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ പലതിനും ഉത്തരവൊന്നും ഇല്ലായിരിക്കും. കാരണം അന്വേഷിക്കേണ്ട. ഗത്സമൻ തോട്ടത്തിൽ അതിന് കൃത്യ ഉത്തരവുണ്ട്. നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചു, നിൻ്റെ ഹിതം നിറവേറട്ടെ, നിൻ്റെ ഹിതം. അപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് യേശു പോയത്. ആ സമയത്ത് അവിടെ യേശു ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. വൻ കാര്യങ്ങൾ ദൈവം നടക്കും. നമ്മുടെ കാര്യങ്ങളുടെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കുന്നവനാണ് ദൈവം. ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ്. ആടുകളുടെ കാര്യത്തിൽ താല്പര്യമുള്ള ഇടയനാണ് ദൈവം, കർത്താവ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഏത് ഇരുണ്ട താഴ്വരയിലൂടെ നടന്നാലും ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും ഉപേക്ഷിക്കില്ല. ദൈവത്തിൽ ആശ്രയം വയ്ക്കാം നമുക്ക്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ,
അവിടുത്തെ പുത്രനിലൂടെ നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അധ്വാനിക്കുന്ന ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, സഹനങ്ങളും വേദനയുടെ അനുഭവങ്ങൾ, ദുരന്തങ്ങൾ, രോഗാവസ്ഥ, കണക്കുകൂട്ടലുകൾ തെറ്റുന്ന അനുഭവങ്ങൾ, അപകടങ്ങൾ, പ്രതീക്ഷിക്കാത്ത വേർപാടുകളെല്ലാം ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ദുരന്തങ്ങളെ, വേദനകളെ സമർപ്പിക്കുന്നു. കർത്താവെ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുണ്ട് എന്ന് ഉത്തമ ബോധ്യം തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒപ്പം വസിക്കുന്ന അവിടുത്തെ കാണാനും ഉത്തരം അവിടുന്നാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തോടുകൂടെ അവിടുത്തെ കരം പിടിച്ച് അവിടുത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധാത്മാക്കളെ, സകല വിശുദ്ധരെ, ഇടവക മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കളെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ിക്കാം. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. ദൈവം നൽകുന്ന സമാധാനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നേരെ ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ സമാധാനമാണ്. മാർപ്പാപ്പായോട് ചേർന്ന് മെത്രാപ്പൊലീത്താമാരോടും മെത്രാന്മാരോടും കർദിനാൾമാരോടും വൈദികരോടും സന്യസ്തരോടും ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രാർത്ഥന ശുശ്രൂഷ അവസാനിക്കും മുമ്പ് ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജപമാല ചൊല്ലി ലോകമെമ്പാടുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഗുഡ്നസ് TV-യുടെ വിജയത്തിന് വേണ്ടി, ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ നിയോഗവും നമുക്ക് സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം ദൈവാനുഗ്രഹമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.